Welcome to Kaula Kitchen Magic Season 3. Kaula Kitchen Magic Season 3-ലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ റൗണ്ട്സുമായി നമ്മളുടെ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മൈദയിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ മതി. വേഗം ഞാൻ വിപ്പിംഗ് ക്രീം ശരിയാക്കാം. നമുക്കിതിലേക്ക് പാൽ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. മുട്ട അവിടെ നിന്ന് എടുത്തു. അവിടെ ഗ്ലാസ് ബൗളൊന്നും ഇല്ലേ? ഗ്ലാസ് ബൗളൊന്നും ഇല്ലടാ. ഗ്ലാസ് ബൗൾ ഉണ്ടോടാ? ഇവിടെ ഉണ്ട്. എടുക്ക്. ഒഗ്രാറ്റിന് ഒരു തിക്ക് സാധനമല്ല, അപ്പം നമുക്ക് ഇത്ര പോരെ മിക്സ്. ഇനിയും പാല് പറഞ്ഞ ലൂസായി പിന്നെ ഇതിൽ പെപ്പർ പൗഡർ ഇട്ടോ. പെപ്പർ പൗഡർ ഇടാനുണ്ട്. ഇവിടെ പെപ്പറും ഇല്ലേ? ചേച്ചി റെഡ് ചില്ലി ഫ്ലേക്സ് കുറച്ചിടണ്ടേ? ചേച്ചി ഒരു പിഞ്ച് റെഡ് ചില്ലി ഫ്ലേക്സ് വേണ്ടേ? പിഞ്ച് കുറച്ച് മതി. പിന്നെ ഒറിഗാനോ ഇറ്റാലിയൻ സീസണിങ് ഞാൻ വെക്കാം. ഒരു കപ്പ് ബട്ടർ മിൽക്ക് ചേച്ചി ഒരു പിഞ്ച് ഒറിഗാനോ ഇറ്റാലിയൻ, ഒരു പിഞ്ച് ഇറ്റാലിയൻ സീസണിങ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചിട്ടാൽ മതി കേട്ടോ, നോക്കിയിട്ട്. ചേച്ചി ഉപ്പ് വേണം ചേച്ചി ആവശ്യാനുസരണം കേട്ടോ. ഇത് ഏത് ബൗളിലാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്? റോബസ്റ്റ കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ? ചേച്ചി ഇതിലേക്ക് വല്ല ക്യാപ്സിക്കം ഒണിയൻ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണം? കുറച്ച് ക്യാപ്സിക്കം കളറാകുന്നവരെ ഫ്രൈ ചെയ്ത് മാറ്റാം. ഒരു ട്രിപ്പ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഫൈൻ ചോപ്പ് ചെയ്ത് കുറച്ച് പറഞ്ഞിരുന്നു. രണ്ട് കളറും കേട്ടോ. ഓക്കെ, യെല്ലോ ആൻഡ് റെഡും എടുത്തു. അതിന്റെ കൂടെ തന്നെ ചെറിയ തീയില നല്ല ഉൾവശമൊക്കെ നന്നായിട്ട് വേവണം. അപ്പൊ അത് ആകുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര എടുത്തായിരുന്നോ? ഇല്ല, അവിടെ നിന്ന് എടുത്തു വേണേ. രണ്ടെണ്ണം മതി. നമുക്കിതിലേക്ക് യെല്ലോ പിമെന്റോസ് ആഡ് ചെയ്യാം. റെഡ് ഗ്രീന്. ചേച്ചി ചിക്കൻ ഒന്നും ചെയ്തില്ലേ? നഗറ്റ്സ് ചേച്ചി 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 ഇത് പണി ചെയ്തോ. ഞാൻ ചിക്കൻ കട്ട് ചെയ്തിട്ട് വരാവേ. ചിക്കൻ ഇവിടെ ഇവിടെ എവിടെ? ഞാൻ ചിക്കൻ കട്ട് ചെയ്ത് ചേച്ചി അപ്പുറം കട്ട് ഫിനിഷ് ചെയ്തേ. ചേച്ചി എൻ്റെ കത്തി ഒന്ന് തരുമോ? ഇതിനൊരു കത്തി തരുമോ? ചേച്ചി ചേച്ചി പണി ചെയ്തോ. ഒന്നും നടക്കില്ല. കേക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല. ഇതൊന്ന് മിക്സ് ചെയ്ത് ചിക്കൻ വേണ്ടാണ്ട് ചിക്കൻ ഇതും കൂടെ ഇടാം അതിലോട്ട്. ഇതിൽ വെക്കാനോ? ഇത് ഗ്രേറ്റർ ഉണ്ടോ? ഗ്രേറ്റർ. ചേച്ചി ചിക്കൻ്റെ തണുപ്പ് പോയിട്ടില്ല ചേച്ചി. ചേച്ചി കോൺഫ്ലവർ ഇട്ടുണ്ടോ ഇവിടെ? കോൺഫ്ലവറോ ഉണ്ടല്ലോ.
കളറോ റെഡ് കളറോ അല്ല ഇച്ചിരി ചില്ലി പൗഡർ എന്തെങ്കിലും വേണം. ജീരകം എന്ത് കളറാ? റെഡ് കളർ അല്ലെങ്കിൽ കളറിന്റെ ആവശ്യമില്ല. ചില്ലി പൗഡർ വേണം. ഇല്ലടാ മതിയല്ലോ. കുരുമുളക് കൂടി ഇട്ടോ. ചേച്ചി ചിറോസ് ആ ഇത് മാറ്റിയേക്ക്, ഞാൻ ചുറോസ് ഉണ്ടാക്കാം. അതൊക്കെ ഇടട്ടെ. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇടട്ടെ. വേണം ബസ്. നോക്കിയിട്ടാ മിക്സ് ചെയ്ത് മതിയാവും അല്ലേ? ചേച്ചി ഉപ്പുണ്ട്? ആ ഉണ്ടല്ലോ. എടി നീ ചീസ് ബോൾസ് ഫുൾ ഫ്രൈ ചെയ്തോ? ചിന്നു ചെയ്തു. വേഗം വെച്ച് കേട്ടോ, സമയമില്ല. ടൈം തീരാറായി, വേഗം ആവട്ടെ. ഇതൊരു 10 minutes കൂടെ മതി. ആ ഇനി റോസിനുള്ള സമയമുണ്ടെന്നുള്ളതാണ്. ആദ്യം ക്രീം വിപ്പിയുണ്ട്. ചീസ് എവിടെയാണ്? വേഗം ബേക്ക് ചെയ്യാൻ വെക്കാൻ. കുറച്ചും കൂടെ പാഴ്സലിട്ടേക്ക്. എടുത്തോ. ചിന്നു കുറച്ചെണ്ണത്തിൽ ചിക്കൻ വെക്കണമല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ചിക്കൻ ഒന്ന് ഞാൻ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ട് തരാം. ഞാൻ ഇത്രയും എടുത്ത് വെക്കാം, ഇത്രയും ചിക്കൻ വെക്കാം. എക്സ്ട്രാ ചീസ് ഉണ്ടോ? ഞാൻ വെയിറ്റ് ചെയ്ത് തരാം. ഇതാണോ? ഇനി ക്രീം വിപ്പ് ചെയ്യണം. നമുക്ക് കേക്കിനുള്ളത് ബേക്കിംഗ് വേണമല്ലോ. വെച്ചിട്ട് തരാം. ബേക്കിംഗ് ആ വലിയ ബാഗ് അവിടെ. എത്ര മിനിറ്റ്? ഒരു 20 minutes. എത്ര ബേക്ക്? 180, 200. ബ്ലൂ ടീം എന്ന് പറയുന്നത് ബ്ലൂ ടീം അല്ലേ? ഞങ്ങൾ ഉഷാറ്. എനിക്ക് റെഡ് ടീമിനെക്കാട്ടി ഉഷാറ് ബ്ലൂ ടീമാണെന്നൊരു ചെറിയ സംശയം. 3 ആൺകുട്ടികളല്ലേ ഞങ്ങളുടെ ടീമിലുള്ളത്? ചുമ്മാതല്ല, എനിക്ക് വലിയ പ്രതീക്ഷ മറ്റേ ടീമാണ്. ഇവിടെ ഭയങ്കര പരിപാടിയാണ്. അങ്ങനെ പറയുന്നു മാം. ഞങ്ങള് പാവങ്ങൾ. ഈ 3 പയ്യന്മാരെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുവാണല്ലേ? പേടിക്കുന്നതാ. പേടിയില്ല റെയ്നോൾഡ്, വെറുതെ വിട്ടുകൊടുക്കരുത് അല്ലേ? കോഴിക്കോടിലെ പെണ്ണുങ്ങൾ. അയ്യോ പെമ്പിള്ളേരെ കണ്ടില്ല. അതാണോ കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാ. അത് കൊള്ളാം. അപ്പൊ ഗുലാബ് ജാമാണ് ഒരു ഐറ്റം. പിന്നെ എന്തൊക്കെയാ വരുന്നത് പ്ലാനില്? കേക്ക് 2 കേക്ക്. കേക്ക് അത് ലെയർ ആക്കാനായിട്ട് ചോക്ലേറ്റും സ്ട്രോബെറി ലെയർ കേക്ക് ആക്കാനായിട്ട് സിംഗിൾ വൺ. സിംഗിൾ വൺ. ഓക്കെ, രണ്ടിന്റെയും കൂടെ മിക്സ്ചർ. പിന്നെ വേറെ പിന്നെ ഒരു സ്വിസ് റോൾ ഇപ്പം ബേക്കാൻ. സ്വിസ് റോൾ. പിന്നെ ആർക്കാ സ്വിസ് റോൾ ഇവിടെ നന്നായിട്ട് അറിയുന്നത്? യുനോ? ഓക്കെ. പിന്നെ വേറെ എന്താണ്? പിന്നെ ആരോഗ്യ പേര് പോലും അന്വേഷിച്ചു. പൊട്ടറ്റോ ക്രോക്കറ്റ്സ്. പൊട്ടറ്റോ ക്രോക്കറ്റ്സ്. ഓക്കെ. പിന്നെ ചിക്കൻ റോൾ ഉണ്ട്. പിസ്സ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. മോമോസ് ഉണ്ട്. സ്റ്റീംഡ് ആണോ? പിന്നെ പിസ്സ ബേസ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ബേസ് സക്സസ് ആയില്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ആക്കും, അല്ലെങ്കിൽ പിസ്സ ആക്കും. വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അത് നമ്മുടെ കോഴിക്കോട് സ്പെഷ്യലാണോ? കളർഫുൾ ജെല്ലി. ഓക്കെ. പിന്നെ ഒരു സ്ട്രോബെറി സൂഫ്ലി ഉണ്ട്. മൈ ഗോഡ്, ഇത്രയും സാധനങ്ങൾ ഇനി തീർത്ത സമയമുണ്ടോ? സോങ്ങും ഉണ്ട്. വെൽക്കം സോങ് ഉണ്ടോ? ഡാൻസ്. ഞാൻ പേടിച്ചു. എത്ര പ്രാവശ്യം പറയും മാം ഈ തുണി ഒന്ന് മടക്കി കുത്താൻ. മുണ്ട് മടക്കി കുത്തി വേണം ജോലി ചെയ്യാൻ അല്ലേ ആൺകുട്ടികൾ? ആണോ? അങ്ങനെയാണോ? അപ്പോഴല്ലേ രാവിലെ അല്ലേ അത് മുണ്ട് ഇങ്ങനെ ഏത് നേരം പിടിച്ചോണ്ട് ഇത് ഇളക്കി. പക്ഷെ നിങ്ങളുടെ ടീം നല്ല ഉഷാറായി. ലീഡർ മാത്രമാണ് ഇപ്പൊ. ലീഡർ
അവിടുത്തെ ലീഡറിനെ കാട്ടി ഇവിടുത്തെ ലീഡർ കൊള്ളാം. ആ അങ്ങനെ പറയും. ഇവർക്ക് ഇട്ട ഒരു കോൺഫിഡൻസ് ഒരു വിലയില്ല. പിന്നെ ഒറ്റ പ്രതീക്ഷയുള്ള കോഴിക്കോട് പെണ്ണുങ്ങളല്ല ഇത് മാത്രം. നോട്ട് ബാഡ്. എന്തായാലും നന്നായി നടക്കട്ടെ കാര്യങ്ങളെ. ഉഷാറാണ്. തമ്മിൽ സംസാരിച്ചാൽ നിൽക്കാതെ അത് ചെയ്യുന്നു പറയുന്ന പറ്റുന്നില്ല. ആണല്ലേ? നവ്യാണോ ഡിസ്റ്റർബൻസ്? നവ്യ നമ്മൾ ചെയ്തോണ്ടിരിക്കുക നമ്മൾ ചെയ്യുമ്പോൾ തന്നെയാണെന്നല്ലോ പ്രശ്നം. നടക്കട്ടെ. എന്തായാലും അറിയോ, ഇത് ഔട്ട്സൈഡേഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നന്നാവണം. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പോലെ അല്ല, കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ എന്തിനാണ് ഇത് എടുത്തിട്ടിരിക്കുന്നത്? പൊട്ടറ്റോ ആണോ? എന്താ കാര്യം? ഇതെന്താ മറ്റേ ക്രോക്കറ്റ്സ് ഉണ്ടാക്കുന്നല്ലേ? ഇവിടെ നിന്ന് ആളെങ്ങോട്ട് പോയി? ആരും ഇടയ്ക്കിടയ്ക്ക് മുങ്ങോ? പാത്രം എടുക്കാൻ ഓടിയാണ്. ഓടി ആരോ പോലാണ് ഇവിടെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണ്. എന്നിട്ട് എന്നെ കുറ്റം പറയുമോ? ആഹാ, ഓടാൻ പറ്റിയ പ്രായം അവരാണല്ലോ. അത് ശരി. നമുക്ക് കുറച്ച് ജലാറ്റിൻ ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം. അതിനെന്തൊക്കെ അരിയാം? നമ്മളിപ്പോൾ അതിലേക്ക് ഉള്ളി അരിയാം. എത്ര ഉള്ളി വേണം? ഇതിലേക്ക് ചിക്കൻ അറിയാലോ. ഓക്കെ, ഞാൻ ആദ്യം വെജിറ്റബിൾസ് ആക്കി തരാം. ഉള്ളി ഒരു പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഇത് ആദ്യം ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മളെ കേടും നമ്മൾ ഈ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കേട്ടിട്ടുണ്ടോ? ഇതുണ്ട്, ഒരു സ്റ്റൗവിൻ്റെ 3 ബർണർ യൂസ് ചെയ്യുന്നത്. എനിക്കറിയോ? ഞാൻ വിചാരിച്ച് ആ പാത്രത്തിൽ പറ്റില്ല. കളറൊക്കെ വന്നിട്ടുണ്ടല്ലേ ഗുലാബ് ജാമുൻ്റെ? 1/2 കപ്പ് ഓയിൽ ആഡ് ചെയ്യാം. ഗ്രൂപ്പ് ലീഡർ നോക്കൂ, നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടിരിക്കുന്നു. കളർ എങ്ങനെയുണ്ട്? നവ്യ അതിന്റെ ടൈം നോക്ക്. നവ്യ ഇല്ല, അത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. സ്വിസ് റോഡ് ഒറ്റയടിക്ക് ചൂടാറാൻ വെയിറ്റ് ചെയ്യില്ല. കത്തി എവിടെ പോയി? എന്നൊരു കത്തിയല്ലേ ഞങ്ങൾ അഞ്ച് ഇതായിട്ടില്ല. ഇതിങ്ങനെയല്ല സ്വിസ് റോളിൻ്റെ ബാറ്റർ വരണ്ട. സ്പോഞ്ച് കേക്ക് പോലെ വരും. കൊക്കോ പൗഡർ പകരം നമ്മൾ സ്ട്രോബെറി പ്യൂരിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് നമ്മളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മോൾക്ക് വേണ്ടിയിട്ട് ആണ് സ്ട്രോബെറി കേക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്ട്രോബെറി പ്യൂരി 1/2 കപ്പ്, കൊക്കോ 2 കേക്കാണല്ലോ, അതിൽ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തത്. ഇതിൽ നമ്മൾ സ്ട്രോബെറിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ടുള്ള മൈദയും തൈരും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് ജലാറ്റിൻ അത്യാവശ്യം നോക്കിക്കട അവനെ. ഇത് മതിയോ? കുറച്ച് ഇനി ഫ്രൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിലേക്ക് ചൂട് കൊടുത്തിട്ടുണ്ടോ? അത് കുഴപ്പമില്ല, കുറച്ച് കിടക്കട്ടെ. കുറച്ചും കൂടി തിക്കാവണമല്ലോ. വേണ്ടേ, കുറച്ചും കൂടി തിക്കാവേണ്ടത്. കണ്ടുണ്ടോ? ഇല്ലില്ല, അത്രയും വരില്ല. തിക്കാവണം. എന്തുണ്ട്? ബോൾസ് ഇട്ട് തന്നെ ചെയ്യണോ? ബോൾസ് ഇട്ട് കിടന്നാൽ കുഴപ്പമില്ല. കുട്ടികൾക്ക് അല്ലേ? ഒഴിച്ചു കൊടുത്തോ? കപ്പൊന്നും ഞാൻ ഇത് നോക്കൂ. 1.25 കപ്പ്. എവിടെ? ഇത് ജലാറ്റിനാണ്, അതിനകത്ത് വെള്ളം ഒഴിക്കണം. ഇതിലും കേടായി. കഴിഞ്ഞു പോയിട്ടില്ലല്ലോ. ആ ജലാറ്റിൻ മാറ്റി, അത് പോയി. ആ ജലാറ്റിൻ കിട്ടാൻ പണിയായിരിക്കും.
മസാലയും കിട്ടും. ജെല്ലി മോൾഡ് മറ്റേ ആ ട്രേ ഇല്ലേ? ഇങ്ങനെ ഞാൻ എൻ്റെ മേലൊന്നും ചേച്ചിയുടെ കാര്യം ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് മറ്റേ പിസ്സേൻ്റെ ബേസ് ഉണ്ടാക്കാം. പൊടി അങ്ങനൊന്നും നടക്കരുത്. നമ്മൾ പണിയെടുക്കുമ്പോൾ അടുക്കളയിൽ പണി പിസ്സ ബേസിലോ മേലൊക്കെ നാറും. അതിന് വേണ്ടിയിട്ടല്ല പൊടിക്കേണ്ടുള്ളൂ. ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആവാനായിട്ടുള്ള ഷുഗർ ഇടുന്നത്. അത് ഓൾറെഡി പാർട്ടി സ്പെഷ്യൽ ബട്ടർ വരും, ഫ്ലവർ പാർട്ടി വരും. സ്പെഷ്യൽ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. പാർട്ടി സ്പെഷ്യൽ മറ്റൊന്നും കൊണ്ടല്ല, എല്ലാ ബോൾസിനും ഒരേ സൈസും ഒരേ വലിപ്പം ഒരേ കളറും കീപ്പ് ചെയ്യുന്നതാണ് പാർട്ടി സ്പെഷ്യൽ എന്ന് 50-60 gram ഗുലാബ് ജാമുൻ ബട്ടർ വരും. കുറച്ച് ബ്രൗൺ കളറിന് ബ്ലാക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ കാലാ ജാമുൻ എന്ന് അറിയപ്പെടുന്നു. പാർട്ടി ബേസിന്റെ കുട്ടികളുടെ ഒരു പാർട്ടി ആയിട്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ വെള്ളം ഇല്ല കരിയില്ല കരിയില്ല എടുത്താൽ മതി. എടുക്കാൻ പറ്റുമോ നോക്ക്. വെള്ളം വേണോ? വെള്ളം വേണ്ട, വെള്ളം ഫുള്ള് കളയണം. ഇതിലേക്ക് കുറച്ച് ജെല്ലി ആഡ് ചെയ്യാനാണ്. നമ്മുടെ രണ്ടാമത്തെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇതിലേക്ക് കുറച്ച് ജെലാറ്റിൻ ആഡ് ചെയ്യാണ്. മറ്റേ സൈഡ് ആണ് ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല പ്രതീക്ഷയുണ്ട് ഇത് കാണാൻ തന്നെ. കാരണം പാർട്ടിക്ക് ഗോതമ്പൊടിയൊന്നും അല്ലല്ലോ, സൈസിലായിട്ട് റെഡിയാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോൾസ് നല്ല തിക്കായിട്ടുള്ള ചോറിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയല്ല, പാർട്ടി ടൈം ആകുമ്പോഴത്തേക്കും ബോൾസ് നന്നായിട്ട് ഈ ഷുഗർ അബ്സോർബ് ചെയ്തിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഇതൊന്ന് മാറ്റി വെക്കാം. ആ വിപ്പിംഗ് ക്രീം ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഏതാ? എടുക്കുക. കേക്കോ കേക്കിൽ ഏറ്റവും ഇഷ്ടമായോ? അത് ഇത് പറ്റില്ല. അതിനകത്ത് കുറച്ച് ഇട്ടിട്ട് ബാക്കി എടുക്കാം. ഞാൻ പിന്നെ ചോക്ലേറ്റും ക്യാരറ്റും ഡേറ്റ്സും ഉണ്ടാക്കും. എനിക്കിഷ്ടം ബ്ലാക്ക് ഫോറസ്റ്റ്. ഇത് മൂന്ന് കാലിക്കുപ്പി ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ പൗഡർ വെച്ചത് കാലി ബോട്ടിൽ ഇഷ്ടപ്പെടുന്നതിന് എന്താ? നമ്മുടെ കേക്ക് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാണ്. ഇത് നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മൈദ എവിടെ ചേച്ചി? ഏതാ? മൈദ ചേച്ചി നമ്മളെ കേക്ക് എന്തേ ഐസിങ്? കേക്ക് ഇതാവുന്നു. മറ്റേ ഫ്രൂട്ട് പോപ്സ് വേണമെങ്കിൽ കട്ട് ചെയ്യിപ്പിക്കാം അല്ലേ നമുക്ക്? നമുക്ക് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ വേഗാവട്ടെ. വേഗം നമുക്കത് ബേക്ക് ചെയ്യാൻ വെക്കാനുള്ളതാണ്. വെക്കണം. ഇത് തീർന്നു രശ്മി ചേച്ചി. ബാക്കി ഇത് സോൾട്ട് ഇട്ട് ചിക്കൻ ഒന്നും ഞാക്കാനുള്ള സമയം കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ. ചിക്കൻ ബോക്സിനുള്ളത് മാത്രമേ ആയിട്ടുള്ളൂ. പാസ്ലി, ഇറ്റാലിയൻ സീസണിങ് കുറച്ച് ഒണിയൻ പൗഡർ. ഇതിവിടെ എടാ പേപ്പർ ഉണ്ടോ? ആ പേപ്പർ എടുത്ത് വേഗം എടുത്ത് എല്ലാം ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. ആവുന്നുണ്ടോന്ന് സെറ്റാവാൻ തുടങ്ങി പോകുന്നു. റേസ് ചെയ്യുന്നുണ്ടോ? റേസ് ചെയ്യുന്നില്ല. റേസ് ചെറുതായിട്ടും റേസ് ആയിട്ടേ ഉള്ളൂ. ഫുൾ റേസ് ആയിട്ടില്ല. ആയിട്ടില്ല. തൈര് എടുത്ത് എത്രയല്ല? 180 എടുക്കുന്നത്? 180. 180. നമ്മൾ തൈര് എടുത്തിട്ടുണ്ട്. വർക്ക് ചെയ്യുന്നില്ലേ നോക്ക് കേട്ടോ. വർക്ക് ചെയ്യുന്നില്ലേ? ഇതിന്റെ ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞു. ഏതിന്? രശ്മി ചേച്ചിയെ
ഇതെല്ലാം ഞാൻ ചിക്കൻ ഐറ്റമേ ഉണ്ടാവുള്ളൂ നമുക്ക്. മതിയോ? ചിക്കൻ ഒന്നും എന്നിട്ട് ചട്ടിയിൽ സോട്ട് ചെയ്താൽ പോരെ. എന്നിട്ട് പിസേൻ്റെ മുകളിലിട്ടാൽ ഒന്ന് ഫ്രൈ ചെയ്യാം ഉപ്പിട്ടിട്ട്. ഞാൻ പെട്ടെന്ന് ചെയ്യും. രശ്മി ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ട് രശ്മി പക്ഷേ മറ്റേതാവണം കേട്ടോ, മറ്റേതാവില്ല അല്ലെങ്കിൽ. രശ്മി പിസ്സ എന്നതല്ലേ ബേക്ക് ചെയ്യുന്നത്? ആ വെക്കാൻ വെക്കാൻ ചിക്കൻ പിസ്സ ഫ്രൈ ചെയ്യാൻ കഴിയോ? അവിടെ കൊണ്ട് ചെക്ക് ചെയ്ത് വെച്ചോ. ഇതിന് പറ്റുന്ന കുറച്ച് ചിക്കൻ നോക്കി ചെക്ക് എടുത്താ. അതിൽ ചിക്കൻ അതിലിടാനായില്ല. അല്ല വേണ്ടാന്ന് പറഞ്ഞു ഒരു ചിക്കൻ ഡിഷേ ഉണ്ടാവുള്ളൂ നമുക്ക്. ഒരു ചിക്കൻ ഡിഷേ ഉണ്ടാവുള്ളൂ. അറിയില്ല രശ്മി ചേച്ചി ഇത് ഞാൻ ഇത് ഫില്ല് ചെയ്യണോ ചിക്കൻ വേണോ ഇതിനകത്ത് വെക്കുക. ചിക്കൻ്റെ സമയമുണ്ടോ? ആ ചെയ്യാം പെട്ടെന്ന്. ഒന്ന് ഫ്രൈ ചെയ്തിട്ടിട്ടാ പോരെ. ഒന്ന് ലാസ്റ്റ് വെക്കാം, കാരണം എല്ലാം കൂടെ വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. എണ്ണ ചൂടായി മനസ്സിലായി. ചിക്കൻ നഗറ്റ്സ് റെഡിയാടാ. ഒരു മുട്ട ബീറ്റ് ചെയ്തോ നീ എനിക്ക്. ചെയ്തുതരാം. 2 ഓവനില്ലേ, ചോദിച്ചാൽ പറഞ്ഞാൽ മതി. അശ്വതി ചേച്ചി ഇത് എങ്ങനെയാ എന്നെ അതിന്റെ മേലെ നിന്ന് പറ്റാവുന്ന ഒരു കുറച്ച് ചിക്കൻ എനിക്ക് ചെത്തി എടുത്ത് തന്നാലില്ല. നമ്മളൊരു എഗ്ഗിന്റെ വൈറ്റ് എടുത്തു. ഇപ്പൊ തൽക്കാലം മൂർച്ചയില്ലാത്ത ഇത് കട്ട് ചെയ്യും ഞാനപ്പോൾ അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ആ എഗ്ഗിന്റെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ ചെറിയ പീസ് ആക്കണോ കോൺഫ്ലേക്സ് ഉണ്ടോ? കോൺഫ്ലേക്സ് വേണോ? പീസൊക്കെ കുറച്ച് വേണം. തീരെ ചെറുത് മിക്സ് ചെയ്യും പോലെ നമ്മുടെ പാക്കറ്റ് എവിടെ? കോൺഫ്ലേക്സ് എവിടെ? എടാ നമ്മൾ കോൺഫ്ലേക്സ് എവിടെ? കോൺഫ്ലേക്സ് ഇവിടെ ഇല്ല, അവിടെ ഉണ്ടോ? അതവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നമുക്ക് വേണ്ടേ? നമുക്ക് വേണം. ആ നമുക്ക് വേണം. ഒരു പാക്കറ്റേ ഉള്ളൂ ഇവിടെ. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? എടാ ഞാൻ ചിക്കൻ ഒന്ന് ചട്ടി ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ പറഞ്ഞിട്ട് ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് പിസ്സേൻ്റെ മേലെ ഫ്രൈ ചെയ്ത് ചിക്കൻ വെക്കാറുണ്ട്. ഇതാണോ ചിക്കൻ? ആ ചിക്കൻ കുറച്ചൊന്ന് ഫ്രൈ ഓഫ് ചെയ്ത് പിസ്സ വേക്കാൻ വെച്ചു. മതിയടാ മതി അത്രയേ ഉള്ളൂ പിസ്സയിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ പിസ്സയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. അശ്വതി അത്ര മതിയോ ഇവിടെ? നമുക്ക് ഈ ചൂടായ ഓയിലിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കട്ട് ചെയ്യുന്നതിലിടും. ഇതിൽ മുക്കിയിടാനാണ്. സ്മിത സ്മിത 1 മിനിറ്റ് ഇത് കുറച്ച് വേണം കേട്ടോ. ഇത്തിരി മഞ്ഞപ്പൊടി എടുത്താലും മതി തൽക്കാലം. മഞ്ഞപ്പൊടിയും കുരുമുളകും. ഇതിൽ കുറച്ച് ഗാർലിക് പൗഡർ, എത്ര നമ്മളിവിടെ കേക്കിനുള്ള ഫ്രോസ്റ്റിംഗ് ആണ് തയ്യാറാക്കുന്നത്. വിപ്പ് ക്രീമും ക്രീം ചീസും കൂടെയുള്ള ഫ്രോസ്റ്റിംഗ് ആണ്. അതിൽ നമ്മൾ സ്ട്രോബെറി ക്രഷും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ട്രോബെറി ഫ്ലേവറിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പറയാണ്ടിരിക്കാൻ വയ്യ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിന്നു ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തേ. ചിക്കൻ ഇതിൽ ഫ്രൈ ചെയ്യായിട്ട് ആ അല്ല അതല്ലടാ ലൈറ്റ്. നീ ആ ഉള്ളിപ്പിടിച്ച് പെട്ടെന്ന് ഉണ്ടാക്കുക, സമയമില്ല. അല്ലെങ്കിൽ ഞാൻ അവിടെ ചട്ടി വെക്കണം. ചട്ടി വെക്കണം. നീ ഉള്ളിപ്പിടിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഫ്ലിക്സ് ഒന്ന് പൊടിച്ച് വെക്കാം. ഫ്രൈ ആയത് മതിയെന്ന് തോന്നണം. നീ ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കേ. ആയില്ലേ? എടാ ആവുന്നില്ല. മതിയോ? ആവുന്നില്ല. എന്ത് മഞ്ഞപ്പൊടിയോ പെപ്പറോ ഞാൻ സാരില്ല നീ അങ്ങനെ കഴിഞ്ഞു. അല്ല ഇല്ല കഴിഞ്ഞു.
എന്തായി കാര്യങ്ങൾ? ചിക്കൻ നഗറ്റ്സ്. ഓക്കെ, ചീസ് പോപ്സ് റെഡി. ചിക്കൻ നഗറ്റ്സ് റെഡി. പിസ്സ റെഡി ആയോ? ഡ്രിങ്ക്സ് റെഡിയായി. ഡ്രിങ്ക്സ് റെഡിയായി. തണുക്കാൻ വെച്ചു. സമയം തീരാറായി, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇനി ഒരു ഹാർഡ്ലി ഒരു 15-20 മിനിറ്റിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഭയങ്കര. ഓക്കെ, നിങ്ങളുടെ ഗസ്റ്റൊക്കെ എനിക്ക് തോന്നുന്നു അവർ വന്നിട്ടുണ്ട്, വെയിറ്റിംഗ്. അപ്പോൾ അതിന് ഒരു സമയം പറഞ്ഞിട്ടുണ്ട് അവരുടെ ആൾക്കാരൊക്കെ വരാൻ. ഓക്കെ, ഇതാണോ പിസ്സ? ചീസ് വെച്ചിട്ട് പിന്നെ നിങ്ങളൊന്നും ബേക്ക് ചെയ്യില്ലേ? ആദ്യം ബേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്തു, ഇനി തവയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് ബർത്ത്ഡേ പാർട്ടിയല്ലേ, നമ്മൾ ചോക്ലേറ്റ്സ് കുറച്ച് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് നട്ട്സും ആൽമണ്ട്സും വെച്ചിട്ട്, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് ഡബിൾ ബോയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് എടാ ഇത് ഞാൻ എടുത്തോട്ടെ, എനിക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വേറെ ഇരിപ്പുണ്ട്. ഇത് ഓണാണോ? എവിടെ? ഞാൻ നിൽക്കുന്നതിൻ്റെ അടിയിലാണ്. ശരി, ടെമ്പറേച്ചർ കൂട്ടിയിടാം. എന്തായാലും ഡിസൈൻ ചെയ്ത് വെക്കാം. പ്ലേറ്റ് എടുക്ക്. പ്ലേറ്റ് ആയോ? അത് വേഗം ആവട്ടെ. അശ്വതി ടൈമില്ലാട്ടോ, വേറെ വേഗം ആവട്ടെ. അടുത്ത് വെക്കാൻ ചേച്ചി ഇതിലിരിക്കുന്ന ഡ്രിങ്ക്സ് എന്തോ ആയിരുന്നു ചോദിച്ചു. ചിന്നു ഇതായോ? എന്തോ പിസ്സയുടെ പിസ്സയുടെ അടുത്ത സെറ്റ് റെഡിയായി. അലൂമിനിയം ഫോയിൽ അതും ചിക്കനും കൂടെ അലൂമിനിയം ഫോയിൽ ആണ് ഉദ്ദേശിച്ചത്. സ്മിത, ഇത് ആയില്ലേ ഒരുവിധം? ഇതിന്റെ ട്രേ എവിടെ പോയി? വയറാക്കണം. ഇതായല്ലേ? ഓക്കെ, അടുത്ത പിസ്സ വെക്കാം. മതിയല്ലേ? വെക്കണോ ഒന്നുകൂടെ? ഒരു 10 മിനിറ്റും കൂടെ വെക്കണം. പക്ഷെ പീസ് വെച്ചിട്ടാവാം വേണമെങ്കിൽ. തട്ടിയിട്ട് നമുക്ക് ഓവനിലേക്ക് മാറ്റാം. എന്തെങ്കിലും എടാ എനിക്കൊരു ഗ്യാപ്പ് വേണം. എന്തില്ല ചൂടോടെ അതിനകത്ത് കഴിച്ചാൽ മതി. അതിനകത്ത് മിക്സ് ചെയ്യും. അതല്ല, അത് ഓൾറെഡി ഫോമിൽ നോക്കാം. അഗോയിനെ കിട്ടിയാൽ നമ്മുടെ മോൾഡിലേക്ക് മാറ്റാവുന്നു. ആ മുകളിലേക്ക് ഇടാം, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് ഇട്ടാൽ. ഇത് റെഡി. നമുക്കിനി മോൾഡിലേക്ക് മാറ്റാം. വെന്തു പോയോ? പൊടി ഒടിഞ്ഞ് ഇത് വെള്ളം കളഞ്ഞിട്ട് ആ വെള്ളം പാത്രത്തിൽ ഉണ്ടായേക്കാം. ടീമിലുള്ള 3 പേര് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന കുട്ടികളാണ്. അവരത്രയും സ്പീഡിലെങ്കിൽ എന്നാലും കുഴപ്പമില്ലാതെ സ്പീഡിൽ നമുക്ക് ഉള്ളിൽ ഒന്ന് അരിഞ്ഞെടുക്കും. അടുത്തതായിട്ട് നമുക്ക് വേറെ 2 കളറോട് ഉണ്ടാക്കാം. അപ്പം ഞാൻ അത് ഇതിനുള്ളതാ, ചെറുതായിട്ട് വേണം ചോപ്പ് ചെയ്യാൻ, ഇതിനാ സ്ക്വയർ ആയിട്ട് ചോപ്പ് ചെയ്യാൻ.
ചിക്കൻ റോൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം. ഒന്ന് ബോയിലായി വരട്ടെ. അഭി എങ്ങനെയാ ഓ നവ്യ ചെറുതായി ചോപ്പ് ചെയ്യണ്ട അങ്ങനെ പോലെ. ആ ചെറുതായിട്ട് മതി. ആ ഇത് മതി. ആരോമില്ല വിപ്പിംഗ് ക്രീം എടുക്കും. വിപ്പിംഗ് ക്രീം അത് കുത്തി വെക്കാൻ പറ്റുമോ? വിപ്പിംഗ് ക്രീം അവിടെ ഈ പാട്ടിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. കേക്ക് ആയിട്ടില്ല. ആ പൊന്തി ഞാൻ കുത്തി നോക്കി ഒക്കി പിടിച്ചു. അരിപ്പുണ്ടോ? അരിപ്പുണ്ടോ? വിപ്പ് ചെയ്യോ നീ? ഷുഗർ ബീറ്റർ വെച്ചാൽ വരട്ടെ. ഇവിടെ അരിപ്പില്ലേ? ഇതിലേക്ക് കുറച്ച് ലെമൺ വെള്ളത്തിലിട്ടല്ലോ. എളുപ്പമാണോ? നമ്മുടെ പുഡിംഗ് ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ നിന്ന് സെറ്റ് ചെയ്തെടുത്ത് ഒന്ന് വിസ്ക് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്തേക്കാം അതിൻ്റെ ലംസ് എല്ലാം കളയാനായിട്ട്. മീറ്റർ അവിടെ കൊണ്ട് വെച്ച് അതാ ഇതിനകത്തേക്ക് നമുക്കിനി വിപ്പിംഗ് ക്രീമും എഗ് വൈറ്റ് മിക്സും ആഡ് ചെയ്യണം. കണ്ണ് നിറയുന്നത് ബീറ്റ് ചെയ്താൽ ആരുമില്ല വിപ്പിംഗ് ക്രീം. ശാസ്ത്രജ്ഞന്മാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എങ്കിലും ഉള്ളി വരുമ്പോൾ എപ്പോൾ ഞാനൊരു പാട്ട് പാടാറുണ്ട്. കണ്ണുനീർ തുള്ളി താത്ത അരി വേഗം വേഗം അരി. താത്ത അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം ഇത്ര മതിയോ? കേക്കട്ടെ. ഇപ്പൊ ഷുഗർ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ജലാറ്റിൻ ആഡ് ചെയ്യാം. ആരോമൽ എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് മാറ്റത് അത്ര ഇട്ടാ പണി കിട്ടും. അതിന്റെ ലിവർ എടുത്ത് മാറ്റി വെക്കണേ. ഓ ഇത്ര ഉള്ളി പോരല്ലോ. മതിയോ? വേണോ? ആ ചെരിച്ച് വെച്ചു. കഴിച്ചാൽ പോവും. എന്താ സ്മെല്ല്? ജെല്ല് ആയിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വെക്കാം. ഉള്ളി വാട്ടാൻ വേണ്ടി ഒരു പാത്രം തരുമോ മോനെ? അത് വെക്കണേ. നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കണ്ട. നല്ല ആരോമലെ നീ എന്തൊക്കെ കൈ കടിച്ചിട്ടൊക്കെ അത് പൊട്ടിക്കും. ഒരു കത്തിയൊക്കെ എടുത്ത് ഉപയോഗിച്ചൂടെ? ഈ ആരോമലിനെ കൂടെ ഞാൻ തോറ്റല്ലോ. ആരോമലിന്റെ പേരിട്ട് കോൺഫ്ലവർ എന്തേ? ഒരു ഓമന കൂടിപ്പോയോന്ന് ഗ്രൂപ്പ് ലീഡർ പരിധി എടുത്തോന്ന് സംശയമുണ്ട്. കോൺഫ്ലവർ അതവിടെ. ഗ്രൂപ്പ് ലീഡർ പരിധിക്ക് എത്ര പോകുന്നുണ്ടോന്ന്. ആ പരിധി ആകെ അരമണിക്കൂറുണ്ട്. പെട്ടെന്ന് പോയി. കോൺഫ്ലവർ അവിടെ ഇരിക്കാതെ. അല്ല എനിക്ക് ടെൻഷൻ ഉണ്ടാവും. കാരണം എന്ത് പ്രശ്നം വന്നാലും എന്റെ പേരാടാ. കൊക്കോ പൗഡർ കൊക്കോ പൗഡർ കോൺഫ്ലവർ ആണോ? കോൺഫ്ലവർ അത് അവിടെ ഉണ്ടാവും. നമ്മള് ചിക്കൻ റോളിന് വേണ്ടിയിട്ടുള്ള ഉള്ളി വാട്ടിയെടുക്കാം. കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്യും. എന്ത് പറഞ്ഞാലും നമ്മളെ ആൺകുട്ടികൾ ഓരോ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറ്റം പറയുന്നതാണ് ഒരു എനർജി തരട്ടെന്ന് ചോദിച്ചിട്ട്.
ചിക്കൻ നിന്റെ ആവശ്യത്തിന് എടുത്തോ. ബാക്കി ഇത് അവിടെ ഇട്ട് പിന്നെ കട്ട് ചെയ്തോട്ടെ. ഓ അതവിടെ വെച്ചു. മറ്റേ ടീം ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇനി എന്തിനാണ് അവിടെ വന്ന് നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല. ബേക്ക് ചെയ്യുന്ന പേര് പറഞ്ഞിട്ട് നബുൽ സീക്രട്ട് ഒന്ന് വിളിച്ചു കൊടുക്കണ്ട കേട്ടോ. ആ സ്മിതാണ് അവിടെ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ വിപ്പിംഗ് ക്രീം ഈ മൂസിലേക്ക് ആഡ് ചെയ്യുക. ഇത് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നീ ഇപ്പൊ എന്തുണ്ടാക്കാനാ? അതെന്തുണ്ടാക്കാനാ? പോപ്കോൺ ചിക്കൻ നീ ഇതെങ്ങനെ കട്ട് ചെയ്തെടുത്ത്? ആദ്യം പണി തുടങ്ങുമ്പോൾ ഞങ്ങൾ ഭയങ്കര സ്റ്റാൻഡേർഡിലായിരുന്നു. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഒക്കെ പോയി ഇവിടെ അതിനകത്ത് ഇടാവോ? മുത്തി എടുത്ത് കഴിയുമ്പോൾ ഒരു സ്റ്റേജിൽ പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ചേർക്കുന്നത് ഉപ്പും കുറച്ചുകൂടെ വെള്ളം ചേർക്കും. അത്ര മതി. പെപ്പർ പൗഡർ ഒന്നും വേണ്ട. ഒന്നും ചെയ്യേണ്ടത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് സംഭവമാണ്. നമ്മൾ ഇതിനകത്തേക്ക് ഇടുക. മറ്റൊന്നിനല്ല, തണുത്തതായിരുന്നു. ഞാൻ ഇളക്കി കൊടുക്കണം. ഞാൻ അപ്പോഴത്തേക്കും നമ്മുടെ മീനിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. കുറച്ചുകൂടെ ചെറിയ പാത്രം എടുക്കേണ്ടായിരുന്നു. ചേച്ചി ഉള്ള പാത്രത്തിൽ ചിക്കൻ ആക്കാണോ? ചിക്കൻ ഞാനിവിടെ എടുത്ത് തരാം. നിനക്കിത് മിക്സ് ചെയ്ത് തരണോ? ഞാൻ ഇതിന് ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ പോയിട്ട് ചെറിയ ചെറിയ ഇതാക്കി കുറച്ച് എടുക്കുക. സമയം കടമായിക്കൊണ്ടിരിക്കും. വേറെന്താ എടോ എന്താ ഒരു സമയം കടമായിക്കൊണ്ടിരിക്കും എവിടെയെങ്കിലും. കോമഡിയായിട്ട് നിൽക്കല്ലേ? അതൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു പാചകം ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലില്ലെങ്കിൽ പുറത്ത് സാധനം ഇല്ലെങ്കിൽ അത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതല്ല, പച്ചമുളക് എടുക്കാൻ മറന്നുപോയി. ഷോപ്പതാ തൊട്ടടുത്ത് കയ്യെത്തുന്നതിനടുത്ത് എന്ത് സാധനം വേണ്ട. പ്രേക്ഷകർ വിചാരിക്കും ചിലപ്പോൾ എന്നോട് ചോദിക്കാറ് നിങ്ങൾ ഈ സാധനം ഞാൻ വാങ്ങിക്കാറ് അല്ലെങ്കിൽ ഇവർ തരുന്നതാണോ മുട്ടയും സമയമൊന്നും ആയിട്ടില്ല. ബാക്കി എല്ലാ സാധനം ഇവിടെ ആ ഗോപി മഞ്ചൂരിയൻ അല്ല, വെറുതെ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പൊ പച്ചമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യെത്തുന്നവരൊക്കെ പച്ചമുളക് ഇതാ. എനിക്ക് ഒന്ന് കുറച്ചുകൂടി ഉപ്പ് വേണമെന്ന്. കുറച്ചുകൂടി ഉപ്പ് വേണം. ഏതിലാ അതിന് കുറച്ച് കളർ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അവിടെ ഞാൻ തരാം. നബുൽ കുറച്ച് മതി, വളരെ കുറച്ച് മതി. ഒരു പൊടിക്കിട്. മതിയോ? ഒരു പൊടിക്കൂടെ ആഡ് ചെയ്യും. അത്രയും കൂടി ഇടും. നമുക്കിനി എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യണം. നമ്മള് കുട്ടികളെ പറ്റിക്കാനൊന്നും പറ്റിക്കാനൊന്നും പറ്റില്ല. കാരണം മാം കൂടെ ജഡ്ജസ് കൂടെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതാ ബേക്കിങ്. ഇതാ ഒരു കാര്യം ചെയ്യാം. മുട്ട പോയില്ലേ? ശരി, അതാണിടാ. എണ്ണ അതുകൂടി ഇട്. ഫ്രൈ ചെയ്യാം. ഗുലാബ് ജാമുൻ അതല്ല, ഗുലാബ് ജാം അവിടെ അത് എണ്ണയാണ്. എടുത്തു ഇട്ടോ. അത് നടുക്കത്തിനകത്ത് വെച്ച് അത് അല്ലടാ, ഇത് ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്ത എണ്ണയല്ലേ? അത് ഒരു കാര്യം ചോദിക്കട്ടെ. ആ കോളിഫ്ലവർ ഇല്ല, ബാറ്റർ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് വെറുതെ ഓഗ്രാറ്റിനാക്കാം. മുകളിൽ ഒരു സോസ് ഇട്ടിട്ട് ചീസ് ഇട്ട് ബേക്ക് ചെയ്താൽ പോരെ. അത് ബാറ്റർ ഫ്രൈ ചെയ്യുന്നതിനും ഭേദമല്ലേ ഇത്? വേണമെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഫ്രൈ ആക്കാം. വേണോ ആ എന്നാൽ കുറച്ച് ആദ്യം ബാറ്റർ ഫ്രൈ ആക്കി മൊത്തം ഇല്ല. അപ്പൊ രണ്ട് ഇതായിട്ട് ചെയ്യാം. ബാക്കി ബേക്ക് ചെയ്യാൻ പറ്റാം. നമ്മുടെ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് ഞാനെന്താ ചെയ്യേണ്ടത്? ആയിട്ടുണ്ട്. നമുക്ക് നല്ല ഫ്ലഫി ആയി. അതേ മതി. ഇത്ര സാധനം പോയില്ല അറിയോ? എന്തിനാ സാധനം എന്തുണ്ടാക്കാനാ? ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത്ത അതിന് മൈദ ഒഴിച്ചോ? ആ
ഇതുണ്ടാക്കാൻ അത് ഇത് കഴിയട്ടെ. നമ്മൾ ചില സാധനങ്ങളൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. സമയമില്ല. നമ്മൾ പിള്ളേര് ചെയ്ത വിശന്ന് പ്ലാനൊന്നും ആദ്യം ആരോടും പറയണ്ട. കാരണം നമ്മൾ സമയമില്ലെങ്കിലൊക്കെ ചിലത് കട്ട് ചെയ്യും. മാമിനോട് പറഞ്ഞു. അല്ല ഞാൻ മൈദ കുഴച്ച് വെച്ചെന്ന് ചോദിച്ചു. ഇത് ഫില്ല് ചെയ്യാൻ ഇത്ത വലിയ കെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചോ. നമ്മൾ കുറച്ച് എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട് സ്ട്രോബെറിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ. നമുക്ക് ഫ്രഷ് സ്ട്രോബെറി കിട്ടിയില്ല അല്ലേ? ഇപ്പം തരാം. ബോയിലായോ ഇത് നന്നായിട്ട് വിസ്ക് ചെയ്യുക. ഇപ്പം തരാം. സമയം കിട്ടാം. നമ്മുടെ കോൺഫ്ലക്സ് തരുന്നോ? തന്നില്ല. കുറച്ച് 2 പാക്കറ്റ് അവർക്ക്. ഇത് ബാറ്റർ ഫ്രൈ ചെയ്യേ ഓരോന്നായിട്ട്. ഇതിനകത്ത് ഇനി എന്തുവാ? ഈ മുട്ടയ്ക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിടാം. അപ്പോൾ പെട്ടെന്ന് ചൂട് വാങ്ങും. നമ്മുടെ പുതിയൊരു ട്രേ എടുത്തിട്ട് നമുക്കത് ബട്ടറും കൊണ്ട് ക്രീം ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ നേരത്ത് കിട്ടില്ല.